നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ടെക് മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മളുടെ ഫോണിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള 2-3 സെറ്റിംഗ്സുകൾ ചേഞ്ച് വരുത്താനുള്ള കാര്യങ്ങളാണ്. അതെന്തെല്ലാമാണെന്നുള്ളതാണ് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നത്. നമുക്ക് പരസ്യം കൊണ്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമുക്ക് പല ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ നിസ്സാരമായിട്ട് വാട്സപ്പ് തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ പരസ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആ പരസ്യങ്ങളെയൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അതുപോലെ തന്നെ നമ്മൾ ഫോണിന്റെ സ്ക്രീൻ ലോക്ക് ഇട്ടാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ മറ്റൊരാൾക്ക് ഓപ്പൺ ചെയ്യാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഓഫ് ചെയ്തിടാം എന്നുള്ളതൊക്കെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഞാൻ ഈ വീഡിയോ ഇതിനു മുമ്പ് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതൊന്നും വ്യക്തമായിട്ടില്ലെന്നുള്ള ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടാമതൊരു വീഡിയോയും കൂടെ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇതിനകത്ത് സെറ്റിംഗ്സിന്റെ കാര്യങ്ങളും ഫോണിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വീഡിയോ ഒരുപാട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്തൊക്കെ ഒരുപാട് പേർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഓൺ ആണോ ഓഫ് ആണോ ആക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ആ റെഡ് ലെറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ക്രോമിനകത്ത് നമുക്ക് 1-2 മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതെന്തെല്ലാമാണെന്നുള്ളതും ആ മാറ്റം വരുത്തിയാൽ നമുക്ക് എന്തെല്ലാമാണ് ഉപകാരപ്രദമെന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അതിനായിട്ട് നിങ്ങൾ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന നമുക്ക് ഈ മുകൾ ഭാഗത്തായിട്ട് വലത് സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് 3 ഡോട്ട് വരും. ആ ഡോട്ടിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ രണ്ടാമത് താഴോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഈ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ഡു നോട്ട് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. ഇതെപ്പോഴും നിങ്ങൾ ഓൺ ചെയ്ത് ഇടാവുള്ളൂ. ഇത് ഓൺ ചെയ്തിട്ടാൽ മാത്രമായിരിക്കും നമുക്ക് മറ്റുള്ളവരുടെ പരസ്യങ്ങളോ അല്ലെ മറ്റുള്ള ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും സൈറ്റുകളൊക്കെ നമ്മുടെ ഫോണിലോട്ട് അനാവശ്യമായിട്ട് മെസ്സേജുകളായിട്ടും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കിയിടാൻ സാധിക്കുന്നത് ഇത് ഓൺ ചെയ്തിട്ടാൽ മാത്രമായിരിക്കും. പലർക്കും ഡൗട്ടുണ്ട് ഇത് ഓൺ ആണോ ഓഫ് ആണോ ആക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഓൺ തന്നെയാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നു വ്യക്തമായിട്ട് നമുക്കിത് ഓൺ ആക്കി. അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രോം ബ്രൗസറിൽ തന്നെയാണ്. ഇതിന് താഴെ നമുക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രൈവസി കഴിഞ്ഞിട്ട് അതിന് നേരെ താഴത്തെ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുക്കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ നമ്മൾ അലോ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് പരസ്യങ്ങൾ ഓവറായിട്ട് വരും. അപ്പോൾ ആ പരസ്യങ്ങളൊന്നും ആവശ്യമില്ലാത്തവർ ഇത് ഓഫ് ചെയ്തിടുക. അതിനുശേഷം നമുക്ക് ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അതിൻ്റെ പെർമിഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്ത് ആ പെർമിഷൻ കൊടുത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള മെസ്സേജുകളൊന്നും ഇതിനകത്ത് വരാതിരിക്കും. നിങ്ങൾക്ക് അതിന് താഴെ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് നോക്കേണ്ടത് പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ നിങ്ങൾ എപ്പോഴും ഓഫ് കണ്ടീഷനിലേ ഇടാവുള്ളൂ. നിങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ് ഇത് ഓഫിലാണ് ഇടേണ്ടത്. ഇത് ഓഫിലിട്ടാൽ മാത്രമായിരിക്കും നമുക്ക് പോപ്പപ്പ് ആയിട്ടുള്ള പരസ്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റുള്ള ഇതൊന്നും നമ്മളുടെ ഫോണിലോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം വീണ്ടും ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. ഈ പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്ലോക്കായി. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് നോക്കിയ പോപ്പപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ പ്രൈവസിക്കകത്ത് നമ്മൾ നോക്കിയ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഡു നോട്ട് ട്രാക്ക് എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ ഓൺ ചെയ്താണ് വെക്കേണ്ടത്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഫോണ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഓഫ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിത് ചാർജിന് ഇടുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് പോകുന്ന സമയത്ത് നമുക്ക് പേഴ്സണലായിട്ടുള്ള പല മെസ്സേജുകളും വരും. ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലോ. ആ വരുന്ന മെസ്സേജുകൾക്ക്
മറ്റുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നും എടുത്ത് വായിക്കാൻ സാധിക്കും. അതായത് നമുക്ക് ലോക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ എടുത്ത് വായിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഓൺ ചെയ്തിട്ടൊക്കെയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ പേഴ്സണൽ മെസ്സേജുകൾ എടുത്ത് വായിക്കാൻ സാധിക്കും. എന്നാൽ ആ മെസ്സേജുകൾ വായിക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ സെറ്റിങ്സിനകത്ത് മാറ്റം വരുത്താം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ തന്നെ ഉണ്ടാവും ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ചില ഫോണുകളിൽ ഇവിടെ ആയിരിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. നോട്ടിഫിക്കേഷൻ ടേൺ ഓൺ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അത് നിങ്ങൾ ഡിസബിൾ ചെയ്ത് വെക്കുക. എൻ്റെ ഫോണിൽ പക്ഷേ ഇതിനകത്ത് വരുന്നത് നോട്ടിഫിക്കേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനകത്ത് നമ്മൾ മുകൾ ഭാഗത്തായിട്ടൊരു 3 ഡോട്ട് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് ഡു നോട്ട് ഡിസ്പ്ലേ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമുക്ക് ചെയ്യാം. അല്ല ഹൈഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡിസ്പ്ലേ ആൾ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഡു നോട്ട് ഡിസ്പ്ലേ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അത് കൊടുത്തിട്ട് ഓക്കെ ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുപോലുള്ള പുതിയ അറിവുകൾ ഡെയിലി അറിയുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. Bounce.